റോയൽ വാരിയേഴ്സിലെ ദീപനാണ് ഇന്നലെ ഇവനെ വീട് കയറി തല്ലിയത്. തിരിച്ചടിക്കാൻ ഇവനെ ത്രാണിയില്ല, സമ്മതിച്ചു. പക്ഷെ നമ്മുടെ റിയൽ ഫൈറ്റേഴ്സിലുണ്ടല്ലോ കുറെ അമ്മന്മാർ. എന്നിട്ടെന്തായി? തിരിച്ചടിക്കണം, അല്ലെങ്കിൽ തലയുർത്തിറക്കാൻ പറ്റില്ല. അതെ, വിഷയം വീട്ടുകാർ തമ്മിലാണെങ്കിലും ഏറ്റുമുട്ടിയത് റോയൽ വാരിയേഴ്സിലെ ദീപനും റിയൽ ഫൈറ്റേഴ്സിലെ ജിത്തുവും തമ്മിലാ. പകരം ചോദിക്കാൻ അവരിങ്ങ വന്നുണ്ട്. അവരുടെ മുമ്പിൽ തോറ്റ റോഷ. നീ പിന്നെ റോയൽ വാരിയേഴ്സിന്റെ ക്യാപ്റ്റനാന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്തിനാണ് മുതലാളി ഇങ്ങനത്തെ ഒരു കെണി? ഒരു സുഖം. ചൊറിയാ നിന്റെ തന്ത. ഗോകുലനാഥനായി കള്ളക്കണ്ണൻ രാധയുമായങ്ങു ചേർന്നു നിന്നേ കാളിന്തിയാറ്റി കുളിക്കുന്നേരം. ഞാനല്ല ചൊറിയാനെന്ന് വിളിച്ച്. പ്യൂൺ ശങ്കരൻകുട്ടി തന്തയ്ക്ക് വിളി കേട്ടായിരുന്നല്ലോ. കേട്ടു. മിസ്സായി പോയില്ല. വെരി ഗുഡ്. നിക്ക്. ഈ ക്രിക്കറ്റ് ബാറ്റും ഹോക്കി സ്റ്റിക്കും ഒന്നും തമ്മിൽ തല്ലാനുള്ള ആയുധങ്ങളല്ല കേട്ടോ. റിയൽ ഫൈറ്റേഴ്സിൽ ഒരുത്തൻ തൊട്ടാ റോയൽ വാരിയേഴ്സ് തീർന്നു എന്ന് വിചാരിച്ചാൽ മതി. മാഷ് ക്ലാസ്സിലേക്കല്ലേ? ആംബുലൻസ് വേണ്ടി ഒന്ന് അറിയിക്കാം. വാടാ. ആംബുലൻസ് സാറിന്റെ മകൻ റോഷന് വേണ്ടിയാണെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. മോനെ റോഷ, സ്വന്തം അപ്പം വിളിച്ചിട്ട് നിന്നില്ല. ഇവനിന്ന് മേടിക്കും. അവന് മേടിച്ച ചരിത്രമില്ല, കൊടുത്തേ ഉള്ളൂ. ഇതെന്താ തുടങ്ങിയില്ലേ? ഹലോ നിന്നെ തല്ലിയോനെ പോയി തിരിച്ചടിക്കടാ. തല പൊട്ടിയില്ല. അടി തുടങ്ങി. ഞാനാ ഇതിന്റെ പ്രൊഡ്യൂസർ. ഇവനൊക്കെ ഇവിടെ പഠിക്കാനാണ് തല്ലുണ്ടാക്കാനാണ് വരുന്നത്. തന്റെ കുഞ്ഞമ്മയുടെ മക്കളൊന്നും അല്ല, അവര് തല്ലി തീർക്കട്ടെ. നശിപ്പിച്ചു വാജിപ്പോയി. സാറിന്റെ വാട്സാപ്പ് എന്റെ പൊന്നു സാറേ, പ്രശ്നങ്ങൾ അവർ തല്ലി തീർക്കട്ടെ. സാർ ഇങ്ങോട്ട് വാ, നമുക്ക് VIP ലോഞ്ചിരുന്ന അടി കാണാം. ഒരു സുഖം. വേണ്ടായിരുന്നല്ലേ? പുള്ളിനെ ഞാൻ തല്ലിക്കും. എല്ലാവരും പിരിഞ്ഞു പോകണം. പറഞ്ഞത് കേട്ടില്ലേ? ആരും പോകരുത്. എല്ലാവരും പിരിഞ്ഞു പോകാൻ. മേഡം, ഞാൻ എത്തി. എന്റെ ശങ്കരൻകുട്ടി, നീ ആ പൂവെടുത്ത് ചെവിയിലോട്ട് വെച്ചിട്ട് ഈ പുസ്തകങ്ങൾ പിടിക്കുക. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. ആൺകുട്ടികളൊക്കെ എവിടെ പോയി? Today we shall be studying modern American drama. Please open your books to page 16. Drama in the United States of America was always incapable of within phase with progress in other branches of literature. Although by the 19th century the politic prejudice against theatre had completely vanished. എന്താ സർ? കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഹൗസ്ഫുൾ ആണല്ലോ. നിങ്ങൾക്ക് എന്റെ ക്ലാസ് വേണ്ടേ? എന്താടാ, നാവിറങ്ങിപ്പോയോ? വാ തുറന്നു പറയടാ, എന്റെ ക്ലാസ് വേണ്ടേ?
ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. Go to your respective classes. എഴുന്നേറ്റ്. Go. പോയി. മിസ്സിന് അറിഞ്ഞൂടെ ഈ ക്ലാസ്സിൽ ഇത്രയും കുട്ടികളില്ലെന്ന്? എന്റെ ക്ലാസ് കുട്ടികൾക്ക് വലിയ ഇഷ്ടാ. ഇഷ്ടം എന്താണ് ഇവിടെ നിന്ന് പതുങ്ങുന്നത്? ക്ലാസ്സിൽ പോടാ. ഇതെന്താടാ കിരീടോ? പിറ്റേത് രാവിലെ ഇറങ്ങുമല്ലയോ? ക്ലാസ്സിൽ പോടാ. വെറും ലോ ക്ലാസ്. നിങ്ങൾ ഈ നോട്ടീസ് കണ്ട? ഈ സുന്ദരിയാണ് കലാതിലകം വേദിക. കലാതിലകത്തിന് അർഹമായ വേദികയുടെ നൃത്തം അവൾ പഠിക്കുന്ന മദേഴ്സ് കോളേജിൽ വീണ്ടും അരങ്ങേറുന്നു. ആക്ച്വലി എന്റെ മമ്മി അവളെ ഡാൻസ് പഠിപ്പിച്ചു. ആണോ? നീ കലാമണ്ഡലം വാസനയുടെ മോനാണാ? ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വന്ന് പറ്റിക്കൂടി നിക്കടാ. ഞാനൊന്ന് ചേർത്ത് പിടിച്ചിട്ട് ഉമ്മാരട്ടാ. പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഒരുപാട് ഉറക്കം കളഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ മുതല് എന്റെ ഒരുപാട് കളഞ്ഞിട്ടുണ്ട്. എന്ത് ഉറക്കം? പോടാ, പോയി പൊറോട്ട അടിക്കടാ. പൊറോട്ട കീറോട്ടോ വലിച്ചു കീറോട്ടോ. എന്റെ ഗോകുലേ, നിനക്ക് ഈ കലാതിലകത്തിനൊന്ന് വളച്ചുകൂട്ടി എടുത്തായിരുന്നെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിനൊരു ബലവും അവരുടെ ഗ്രൂപ്പിനൊരു അടിയാവൂലായിരുന്നാ. അല്ലാണ്ട് എല്ലാം നശിപ്പിച്ചിട്ട് വന്നേച്ച് അമ്മ ഡാൻസ് പഠിപ്പിച്ചാന്ന്. അതിന് ഇവിടെ കലാതിലകം ഞാൻ അറിഞ്ഞു. എന്റെ ഉള്ളം കയ്യിലിരുന്ന പെണ്ണ ഈ കലാതിലകം ഗോകുലിനുള്ളത്. അതിനുവേണ്ടി നമ്മൾ റിയൽ ഫൈറ്റേഴ്സ് ഒറ്റക്കെട്ടായിട്ട് ഗോകുലിന്റെ പിന്നിലുണ്ടാവണം. വേദികയെ സ്വന്തമാക്കാൻ ആണായി പിറന്ന ഒരേ ഒരാളെ നമ്മുടെ ക്യാമ്പസിലുള്ളൂ. അത് ഈ റോഷൻ ചെറിയാൻ. സത്യമായിട്ടും ആ പ്രോഗ്രാം നടക്കുന്ന അന്ന് നീ മദേഴ്സ് കോളേജിൽ പോകും, നൃത്തം കാണും, ഹൃദയം തുറന്ന് അവളെ അഭിനന്ദിക്കുന്നു. എടാ അത് വിമൻസ് കോളേജാ, അവിടെ ആമ്പിള്ളേരൊന്നും കയറ്റത്തില്ല. പോടാടുന്നു. മദേഴ്സ് കോളേജിൽ ആമ്പിള്ളേർ കയറിന്റെ കുഴപ്പം. മദേഴ്സ് കോളേജിൽ ആമ്പിള്ളേർ കയറി കഴിഞ്ഞാൽ അവിടുത്തെ മൊത്തം പെൺപിള്ളേരും മദേഴ്സ് ആവും. അല്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അവസരം ഞാൻ ഉണ്ടാക്കി തരാം. അവിടുത്തെ സ്റ്റേജ് ഡെക്കറേഷന്റെ ചുമതല എന്റെ ഒരു സുഹൃത്തിനാ. ആ വഴിക്ക് നിങ്ങളെ ഞാൻ അകത്ത് കയറ്റി തരാം. മണിയാ, നിങ്ങളൊരു സംഭവമാണ്. നിങ്ങളുടെ സുഖമല്ല കുട്ടികളെ, എന്റെ ഒരു സുഖം. വരാതിരുന്നാൽ എങ്ങനെയാ ശരിയാകുക? ആണോ? നിന്റെ പ്രോഗ്രാമിന് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ സീതാലക്ഷ്മിയെ കൊണ്ടുവരാവുന്ന നിന്റെ ഫാദർ ഏറ്റിരുന്നതല്ലേ? സിസ്റ്റർ, പിന്നെന്താ ഒരു കൺഫ്യൂഷൻ? ജില്ലാ പ്രസിഡന്റിന് അതിനുള്ള പവറൊന്നുമില്ലെന്നേ. എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ. ബാനറും കെട്ടി അനൗൺസ്മെന്റും ചെയ്തു. ഇനി മിനിസ്റ്റർ വന്നില്ലെങ്കിൽ? മദർ, മിനിസ്റ്ററെ കാണാൻ ഞങ്ങൾ ഇവിടെ പോയതാ. അപ്പോ അവരവിടെ ഇല്ലായിരുന്നു. അച്ഛൻ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. എന്റെ മാതാവേ. എക്സ്ക്യൂസ് മീ. ഹലോ, എന്താടി? റിയലി? ഓക്കെ ഓക്കെ, ഞാൻ വരാം. മദർ, ഇതെന്റെ ഒരു ഫ്രണ്ടാ, ഒരു ഓൺലൈൻ പത്രത്തിന്റെ റിപ്പോർട്ടർ. അവക്കറിയാന്ന് മിനിസ്റ്റർ എവിടെയുണ്ടെന്ന്. നേരിട്ടൊന്ന് പോയി കണ്ടാ മതി. കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. സമ്മാനദാനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി സീതാലക്ഷ്മിയെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു മാം. ഹായ് വേദിക, ഐ എം റോഷൻ. ഹായ്. റോഷൻ ചെറിയാൻ, പ്രൊഫസർ ചെറിയാൻ ഫിലിപ്പിന്റെ മകനാണ്. ആ, ചെറിയാൻ സാർ എനിക്ക് ട്യൂഷൻ എടുത്തിട്ടുണ്ട്. വേദിക, ഓ ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. താങ്ക് യു. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. വേദിക, ആ ഗോകുൽ, നീ എന്താ അവിടെ? ഞാൻ തന്റെ പ്രോഗ്രാം കാണാൻ വന്നതാണ്. നന്നായിരുന്നു. താങ്ക് യു. പിന്നെ ഞാൻ എൻ്റെ അമ്മയോട് ഒരു കാര്യം പറയും. അത് ഇഷ്ടമാണ്. ഉണ്ണി, താങ്ക്സ്. എന്തിന്? ഞാൻ വിചാരിച്ചു ഉണ്ണി എന്നോട് പ്രതികാരം ചെയ്യാനായി. അതിനൊന്നും ബാലമാഷിനും അതിന് കഴിയില്ല. എൻ്റെ ഫ്ലാഷ് ബാക്കിലെ വില്ലത്തി താനായിരുന്നു എന്ന് പാവം എൻ്റെ അച്ഛന് ഇപ്പോഴും അറിയില്ല. ആ അച്ഛൻ്റെ സപ്പോർട്ട് കൂടി ഉണ്ടായിട്ടല്ലേ തനിക്ക് കലാതിലകം കിട്ടിയത്. സ്കൂളിൽ ഉണ്ണികൃഷ്ണൻ എൻ്റെ സീനിയർ ആയിരുന്നു. ആ വർഷം കലോത്സവത്തിൽ എനിക്കായിരുന്നു ഫസ്റ്റ്.
രാഷ്ട്രീയക്കാരനായ എൻ്റെ അച്ഛൻ്റെ സ്വാധീനം കൊണ്ടാണ് ഞാൻ കലാതിലകമായതെന്നും പറഞ്ഞ് ഒരു ഉണ്ണികൃഷ്ണൻ്റെ നോട്ടീസ് എന്ന വലിയ വിവാദമായിരുന്നു. അത് ഈ ഉണ്ണികൃഷ്ണനാണെന്ന് അച്ഛൻ തെറ്റിദ്ധരിച്ചു. +2 പരീക്ഷയിൽ ടേബിളിനടിയിൽ വെച്ച ടെക്സ്റ്റ് ബുക്ക് കോപ്പി അടിക്കാനാണെന്നും പറഞ്ഞ് ഉണ്ണികൃഷ്ണനെ 1 വർഷം സ്കൂളിൽ നിന്ന് പുറത്താക്കി. അതിൻ്റെ പിന്നിൽ എൻ്റെ അച്ഛൻ്റെ കുബുദ്ധിയായിരുന്നു. പിന്നീടാണ് സത്യം തിരിച്ചറിഞ്ഞത്. എനിക്ക് മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. ഇതാര് വേദിക മോളോ? ലക്ഷ്മി ഓ കേറി മോളെ. ആ വേദിക മോളോ? എന്താ മോളെ വിശേഷിച്ച്? ഞാൻ മാഷിനെ ഒന്ന് കാണാൻ വന്നതാ. മാഷിന്റെ മോനാണ് ഉണ്ണികൃഷ്ണൻ എന്ന് ഞാൻ ഇന്നലെ അറിഞ്ഞത്. ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് എൻ്റെ ഒരു പ്രോഗ്രാം അമ്മ നേർന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ അത് കണ്ടക്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ വരില്ല. പഴയതൊന്നും മനസ്സിൽ വെക്കരുത്. തെറ്റിദ്ധാരണയുടെ പേരിൽ ഉണ്ണിയോട് തെറ്റ് ചെയ്തത് എൻ്റെ അച്ഛനാ. പോയത് എനിക്കും 1 വർഷം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. സാറിന് പതിവ് പോലെ കടുപ്പത്തിലൊരു ചായ എടുക്കല്ലേ? ആയിക്കോട്ടെ. അപ്പൊ കടിയാ? കടി വേണ്ട. കറക്റ്റാ, കടി കുറക്കണം നല്ലതാ. വേദിക ഇന്നലെ വീട്ടിൽ വന്നിരുന്നല്ലേ? ഷീസ് മൈ ഫ്രണ്ട്സ് ഡോട്ടർ. ഞാൻ വിഷയത്തിലേക്ക് വരും. വേദിക ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. ഉണ്ണിയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. അവൾക്ക് കുറ്റബോധമുണ്ട്. അമ്പലത്തിലെ പ്രോഗ്രാമിന് താൻ ഉണ്ടാവണമെന്ന് അവൾ വാശി പിടിക്കുക. അല്ല സർ, അത് ഞാൻ ചോദിച്ചു, ഉണ്ണികൃഷ്ണൻ ഇല്ലെങ്കിൽ പ്രോഗ്രാം നടക്കില്ലേന്ന്. അപ്പോൾ അവൾ പറയുക ഇല്ലാന്ന്. കുറച്ചു നേരം കൊണ്ട് ഞാൻ അവളുടെ മനസ്സ് വായിച്ചെടുത്തു. അവൾക്ക് തന്നെ ഇഷ്ടമാണ്. ചായ. സർ, രാവിലെയും വൈകിട്ടും കൊച്ചുകുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടാ കുടുംബം കഴിയുന്നതും ഞാൻ പഠിക്കുന്നതും. അതിനിടയിൽ കാശുള്ള വീട്ടിലെ പെണ്ണിന്റെ മനസ്സല്ല അവൾക്ക്. തനിക്കൊരിക്കലും അവളൊരു ബാധ്യതയാവില്ല. ചൂടുള്ള വാർത്ത. റോഷ, ക്യാമ്പസിനുള്ളിൽ ചൂടുള്ള വാർത്ത. കലാതിലകത്തിന് പ്രണയം. ആരോട്? റിയൽ ഫൈറ്റേഴ്സിലെ ഉണ്ണികൃഷ്ണനോട്. വൺവേയാ. ആ മണങ്കൂസിനോടോ? അതെ. അവക്കിതെങ്ങനെ? അവന്റെ മൃദംഗം അവക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നേ. റോഷ, മുളയിലെ നുള്ളിക്കഴിഞ്ഞ അവൻ പിന്മാറിക്കോളും. ഒന്ന് പേടിപ്പിച്ചുട്ടായെന്നേ. റിയൽ ഫൈറ്റേഴ്സ് മെമ്പറാ. അവൻ്റെ ദേഹത്ത് കൈവച്ച നിങ്ങൾ 4, ഞങ്ങൾ 10. ഞങ്ങളുടെ ഇടം. അവൻ കലാതിലകത്തെ പ്രേമിക്കും, കെട്ടും. വി വിൽ സപ്പോർട്ട് ഹിം. ഞങ്ങളുടെ സപ്പോർട്ടോടുകൂടി. എതിർക്കാൻ വന്നാ ഉണ്ണികൃഷ്ണനാണ് ഇപ്പൊ ക്യാമ്പസിലെ താരം. ഹലോ ഉണ്ണി, ഞാൻ വേദിക. ഞാനിപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലുണ്ട്. രാത്രി 11:30 കൊല്ലത്തെത്തും. സ്റ്റേഷനിൽ എൻ്റെ വണ്ടി കിടപ്പുണ്ട്. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഉണ്ണി ഒന്ന് കാണണം. ഒരു അത്യാവശ്യ കാര്യം പറയാനാ. ശരി. ആരാടാ? വേദിക്ക്
അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന്. രാത്രി 12 മണിക്ക് ബീച്ച് റോട്ടിൽ വരാമെന്ന് പറഞ്ഞു. രാത്രി 12 മണിക്കോ? അതല്ല മുതലാളി, എനിക്കൊരു ഡൗട്ട്. രാത്രി 12 മണിക്ക് എന്താണ് ഈ കുട്ടി കാച്ചിലായിട്ട് വന്നത്? പൊറോട്ടൊക്കെ ഉണ്ടായവനെ കാച്ചിലല്ല ബീച്ചില്. കാച്ചില് ബീച്ചില് മീനിങ് ഒന്നാണ്. ഇത് കണ്ടോ? കണ്ടില്ലേ? എടാ, നാളെ അവളുടെ ബർത്ത്ഡേ. രാത്രി 12 മണിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? അതറിയില്ലേ? ലവ്. അതാണ് ലവ്. കൊച്ചു കള്ള. ഇന്ന് രാത്രി 12 മണിക്ക് വേദികയുടെ ബർത്ത്ഡേക്ക് വിശ്വസിനോടൊപ്പം നമ്മുടെ ഉണ്ണികൃഷ്ണൻ തന്റെ പ്രണയം പറയുന്നു. അയ്യോ, പറയുന്നു. വീഴടാ. സാധനം കിട്ടിയ ആരപ്പുഴുങ്ങാന്നൊക്കെയാണ് അത് പൊട്ടിച്ചിടാൻ നോക്ക്. എന്റെ ഗ്ലാസ് ഏതാണ്? നിന്റെ ക്ലാസ് അല്ലേ നിന്റെ നെഞ്ചത്ത് നോക്കിയിട്ടേക്കണത്. ഇത് കണ്ണിൽ വെക്കണല്ലേ, വായിലൊഴിക്കാൻ. അത് വീട്ടിൽ ചെന്ന് അന്വേഷിച്ചാൽ ഇവിടെ നിന്ന് ഒരെണ്ണം തരികയല്ലേ. മദ്യപിച്ചിട്ടുണ്ടോ? മദ്യപിക്കാറില്ല. ആ ലൈസൻസ് ഒന്ന് കണ്ടേ. അയ്യോ, ഉദയൻ സാറ്. ആ സാറിനെ വിട്ടേര്. നമസ്കാരം സാർ. നമസ്കാരം. സാറിന് മനസ്സിലായില്ലേ? ഞാൻ രാമേന്ദ്രൻ, അങ്കമാലി രാമേന്ദ്രൻ. സാറിന്റെ 3-4 സിനിമകൾ ഞാൻ അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ, മനസ്സിലായി. ഏതാ സാർ പുതിയ പടം? രാജാജി. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ. അതെ. ഓ, അത് കാലക്ക് സാറേ. പോക്കര് രാജ ഇളക്കി മറിക്കും. എന്നാ പിന്നെ ഞാൻ സാറൊരു VIP വന്നിട്ടുണ്ട്. ഓ, എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ. തങ്കപ്പെട്ട മനുഷ്യൻ. സിനിമ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫോൺ എടുക്കൽ ആളെ കണ്ടാ മനസ്സിലാകത്തൂല്ല. ആണോ രാമേന്ദ്രോ? സർ, ആരോടോ പോയ VIP? യു സാറിന് ആളെ മനസ്സിലായില്ലേ? പുലിമുരുകന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉദയകൃഷ്ണ. ഞാനെന്ന് വെച്ചാൽ പുള്ളിക്ക് ജീവനാ. ഇളങ്ങാനും ഉദിച്ചിരുന്നുണ്ടല്ലോ. ഞാൻ പിന്നെ വഴിക്ക് പോകേണ്ട വരില്ലായിരുന്നു. അടുത്ത പറഞ്ഞ മമ്മൂട്ടിയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ട് എന്റെ ക്യാരക്ടർ. അറിയാൻ വയ്യാത്ത പണിക്ക് പോണോടോ? കഷ്ടം. എല്ലാരും അറിഞ്ഞോണ്ടാണ് എല്ലാ പണിയും ചെയ്യുന്നത്. സ്റ്റോപ്പ്. ഇറങ്ങി വാ. നമസ്കാരം. നമസ്കാരം. അതെ, ഈ ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കണമെന്നൊരു സർക്കാർ ഉത്തരവുണ്ടായിരുന്നു. അതുപോലെ അറിഞ്ഞായിരുന്നോ? ഹെൽമെറ്റ് മറന്നു സർ. മദ്യവെച്ചിട്ടുണ്ടല്ലേ? ഇല്ല. ഒന്ന് ഊതിച്ചേ. സർ, ആ ഊതിക്കേ. കേട്ടോ? ഇല്ല സർ, ഞാൻ മദ്യവെച്ചിട്ടില്ല. ഞാൻ മദ്യപിക്കാറില്ല സർ. ഓ, അപ്പൊ ഞങ്ങളുടെ മിഷന്റെ കംപ്ലൈന്റ് ആയിരിക്കും അല്ലേ? ഇല്ലടോ. അതെ. എന്താടോ രാമേന്ദ്ര? സാറേ, സ്ഥിരം മദ്യപിക്കാത്ത ആളാണ്. പക്ഷെ ഇന്ന് മദ്യപിച്ചുകൊണ്ട് ഹെൽമെറ്റ് എടുക്കാൻ പറഞ്ഞു. ഓ, എങ്ങോട്ടാണോ രാത്രിയില്? എൻ്റെ ഒരു സുഹൃത്ത് ബീച്ച് റോഡിൽ കാത്തു നിൽപ്പുണ്ട്. സുഹൃത്ത് ആണോ പെണ്ണോ? പെൺ സുഹൃത്ത്. ബീച്ച് റോഡില്. ഈ പെൺ സുഹൃത്ത് നിന്റെ ആരായിട്ട് വരും? അത് പിന്നെ മദേഴ്സ് കോളേജിൽ പഠിക്കുന്ന വേദിക പാർട്ടി പ്രസിഡന്റിന്റെ മകളാ. ഓ, കലാതിലകം. പാർട്ടി പ്രസിഡന്റ് കലാതിലകം ആദ്യ രാത്രിക്ക് കള്ളം കുടിച്ച് പെണ്ണ് പിടിക്കാൻ ഇറങ്ങിയിരിക്കലടാ. നിന്നെ കണ്ടല്ലോ. പോയി ബുക്ക് പേപ്പർ എടുത്തിട്ട് വേടാ. എടുത്തിട്ട് വേടാ. സർ, ഞാൻ നിരപരാധിയാണ് സർ. ഞാൻ മദ്യവെച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു പിഴ അടച്ചിട്ട് എന്നെ പോകാനായിട്ട് അനുവദിക്കണം പ്ലീസ്. എടോ രാമേന്ദ്ര, ഇവര് പോവാൻ ധൃതി. വാ, ഒന്ന് ജീപ്പിൽ കയറാം പ്ലീസ്. മസിലൊക്കെ ഉണ്ടല്ലോ. നീ ആരടാ? സുരേഷ് ഗോപിയാ. വന്ന് ജീപ്പിൽ കയറാം. എന്താണ് പ്രശ്നം? സാറേ, കള്ളു കുടിച്ചു വണ്ടി ഓടിച്ചും പോരാണ്ട് ഇവൻ പോലീസിന്റെ മെക്കിട്ട് കയറാ സാറേ. അയ്യോ ഇല്ല സർ, ഞാൻ മദ്യവെച്ചിട്ടില്ല സർ. നോണ പറയുന്നോ? സാറേ, ഇവൻ ബീച്ച് റോഡിൽ ഒരുത്തിയെ സെറ്റപ്പ് ചെയ്ത് നിർത്തിയേക്കും. സർ പ്ലീസ്, ഷീ ഈസ് മൈ ലവർ. ഇന്ന് അവളുടെ ബർത്ത്ഡേ. അത് ശരി. ബർത്ത്ഡേ ആയിട്ട് നീ എനിക്കാണ്ടാ ഗിഫ്റ്റ് തരുന്നത്. പിടിച്ച് കേട്ടോ. പോലീസിനെ കൈവെക്കല്ലടാ നീ. അങ്ങോട്ട് കണ്ടിട്ട് പോവാൻ തോന്നുന്നു. കേസൊന്നും ഫയൽ ചെയ്യണ്ട. കോളേജ് സ്റ്റുഡന്റ് അല്ലേ? ബാക്കി ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് പറഞ്ഞു വിട്ടേക്ക്. സർ.
ഒരു കർലാസിന്റെ തോണി ഉളയും കാട്ടിലല. അയ്യോ അയ്യോ ഡെഡ് ബോഡി, അയ്യോ ഡെഡ് ബോഡി, അയ്യോ. ഈ ബോഡി ആദ്യം കണ്ടതാരാ? ഞാനാ സാറേ. ഇങ്ങോട്ട് മാറി നിൽക്കടാ. ഹലോ, എന്താടാ? ഏതോ ഒരു പെണ്ണിനെ കൊണ്ടിട്ട് റോഷൻ വന്നില്ലേ? ഇല്ല, വന്നില്ല. ഞാൻ വിളിച്ചിരുന്നു, ബട്ട് ഫോൺ ഔട്ട് ഓഫ് റേഞ്ചാ. ഏതോ ഒരു പെൺകുട്ടിയുടെ ബോഡി. ബോഡി തിരിച്ചിടാം. ആ ബോഡി ഒന്ന് തിരിച്ചിട്ടേ. ഈ കുട്ടി എനിക്കറിയാം. തനിക്കറിയോ കുട്ടി? ആ, എനിക്കറിയാം സാർ. ഇത് പാർട്ടി പ്രസിഡന്റ് ശിവാനന്ദ സാറിന്റെ മകൾ വേദികയാണ്. വേദിക? നിന്നെ കണ്ടിട്ടൊരു പൂവാന്റെ ലുക്ക് ഉണ്ടല്ലോടാ. ഇല്ല സാറേ. ഇതെന്തിനാ മീശ താഴോട്ട് വളർത്തേക്കുന്നത്? അയ്യേ, കൺമഷി. അച്ഛന്റെ ഓർമ്മക്കായിട്ട് അമ്മ വെക്കാൻ പറഞ്ഞിട്ട് വെച്ചാക്കണാണ് സാറേ. ഒറ്റ അലക്കലൊക്കെ ഉണ്ടല്ലോ, കരിന്ത ചറങ്ങിയേക്കവൻ. സാർ, ഇവന്റെ പേര് റെജി. കോളേജിലെ ക്യാൻറ്റീനിലാണ് പണി. ഇവനാണ് ആദ്യം ബോഡി കണ്ടത്. കോളേജിന്റെ പരിസരത്തല്ല ക്യാൻറ്റീൻ.
പിന്നെ താൻ എന്തിനാ ഹോസ്റ്റലിലെ പിന്നെ പുറത്ത് പോയത്? ആ ഇടിഞ്ഞടക്കുന്ന സ്ഥലത്ത് മതലിനൊരു വിടവുണ്ട് സാറേ, അതിനെ കൂടിയാണ് ഞാൻ എപ്പോഴും പോകുന്നത്. സാറേ, ഇയാളാണ് ബോഡി ആദ്യം തിരിച്ചറിഞ്ഞത്. അറിയാതെ തിരിച്ചറിഞ്ഞാണ് സാറേ. ഇനി എന്റെ സ്വന്തം ബോഡിയാണെങ്കിൽ പോലും തിരിച്ചറിയില്ല. താൻ പേടിച്ചു പോയോ? എടോ, താൻ പറഞ്ഞത് നല്ല കാര്യമല്ലേ? വല്ലതും കഴിച്ചാ? ഇല്ല സർ. അവൻ ആവശ്യത്തിൽ മേടിച്ചു കൊടുക്കുക. എനിക്കൊരു ബിരിയാണി കുഴിമന്തി. എന്നാ പിന്നെ എനിക്ക് പൊറാട്ടയും ബീഫ് ഫ്രൈയും. കയ്യാലപ്പറമ്പിൽ മത്തായുടെ മോനാ കുട്ടൻ. രാവിലെ തന്നെ പൂര ഫിറ്റാ സാറേ. ബോഡി അവിടെ കൊണ്ടിട്ടവനെ അവൻ കണ്ടു എന്നാ പറയുന്നത്. പറയടാ, എന്താ നീ കണ്ടത്? ദിലീപിന്റെ സിനിമ സെക്കൻഡ് ഷോ. സാർ അതിൽ കള്ളന്റെ വേഷം അഭിനയിച്ചിട്ടുണ്ടല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? പോരാ, ഭയങ്കര പോരാ. സാറൊരു ലോക ദുരന്തോട്ടോ സാറേ. പറയാ സാറേ, എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ. എന്നിട്ട് ഇതിനെ കാളെ മനസ്സിലായോ? ഇല്ല, പക്ഷെ അമിതാഭ് ബച്ചന്റെ പൊക്ക ആൾക്ക്. അമിതാഭ് ബച്ചൻ സാറേ, ഞാനെന്താ ലീവായിരുന്നിട്ടാ. സർ, ബീച്ച് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന വേദികയുടെ കാറിൽ നിന്നിട്ട ബാഗാണിത്. ഇതിലുണ്ടായിരുന്ന മൊബൈൽ ഫോണിന്റെ കോൾ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ അവസാനത്തെ ഔട്ട് ഗോയിങ് കോൾസ് എല്ലാം ഒരു ഉണ്ണികൃഷ്ണൻ നമ്പറിലേക്ക്. സർ, അത് ബാലമാഷിന്റെ മകനാ. 2 ദിവസം മുമ്പ് വേദിക ഉണ്ണികൃഷ്ണന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. ഞാനാ വഴി കാണിച്ചു കൊടുത്തേ. സർ, ഇന്നലെ പോലീസ് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന്റെ കസ്റ്റഡിയിലെടുത്തത് ഈ ഉണ്ണികൃഷ്ണനെ തന്നെയാണ്. ആ ചെക്കൻ എപ്പോഴാണ് പറഞ്ഞേച്ചേ? സാറ് പറഞ്ഞതുകൊണ്ട് കേസൊന്നും ചാർജ് ചെയ്തില്ല. മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത ശേഷം അയാളെ പറഞ്ഞയച്ചു. ഇവിടെ അയാളുടെ ബൈക്ക് വെച്ചിട്ടുണ്ട്. പിഴയടിച്ച് വാങ്ങാൻ പറഞ്ഞിരുന്നു, വന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടത് പുലർച്ചെ 4-നും 5-നും ഇടയിലാണ്. മൃഗീയമായി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മരണത്തിന് കാരണം തലക്കെറ്റ ക്ഷതം. ഉണ്ണികൃഷ്ണനെ പറഞ്ഞയച്ചത് വെളുപ്പിന് 3 മണിക്ക് ശേഷമാണ്. അപ്പോൾ പ്രതി ബോഡി കൊണ്ടിട്ടത് 5 മണിക്ക് ശേഷമായിരിക്കും. വെളുപ്പിന് 5 മണിക്ക് നീ ഏത് തിയേറ്ററിലാണ് സെക്കൻഡ് ഷോ കണ്ടത്? യുമാരുടെ മൊഴി എടുത്തിട്ട് പറഞ്ഞോട്ടേ. കളക്ട് ഫുൾ ഡീറ്റെയിൽസ് ഓഫ് ഉണ്ണികൃഷ്ണൻ. സർ, സർക്കാരിന് നിർദ്ദേശം നൽകി. വേദിക കൊലക്കേസ് അന്വേഷണം 6 അടി 4 ഇഞ്ച് ഉയരമുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് സിനിമാ നടൻ ക്യാപ്റ്റൻ രാജുവിനെ ചോദ്യം ചെയ്തേക്കും. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥിനി വേദികയുടെ മരണത്തിൽ അന്വേഷണം 6 അടി 4 ഇഞ്ച് ഉയരമുള്ള ആളുകളിലേക്ക് നീങ്ങുന്നതായി സൂചന. കൊല്ലം ട്രാവൻകൂർ മഹാരാജാസ് കോളേജിന്റെ മെൻസ് ഹോസ്റ്റൽ കോമ്പൗണ്ടിൽ കണ്ടെത്തിയ അപ്പോഴേക്ക് ഇത് ടിവിയിലും വന്നു. ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു. അമിതാഭ് ബച്ചൻ അല്ല സർ കൊലയാളി. അമിതാഭ് ബച്ചൻ ഒരു ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ലണ്ടനില്ല. ആ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ പിന്നുള്ളത് ബാബു ആന്റണിയാണ്. അയാളാണ് ഇപ്പൊ ദുബായില. കീരിക്കാടനാണ് ചെന്നൈയിലും. പിന്നെ ഈ ക്യാപ്റ്റൻ രാജു ഈ പരിസരത്തുണ്ട് സാർ. സംശയിക്കാം സാർ. തന്റെ ഒരു അഭിനയവും സിനിമാക്കാരും വർമ്മയെ വിളിക്കണോ സാർ? ഇനി വർമ്മയായിരിക്കോ? വർമ്മ. സർ. അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ. യെസ് സർ. ഞാൻ ഈ കോളേജിലെ വൈസ് പ്രിൻസിപ്പളാണ്. എന്താണ് സാർ പ്രോബ്ലം? വേദിക വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതി ഉണ്ണികൃഷ്ണനെ കസ്റ്റഡിയിലെടുക്കാവുന്നു. എന്നെ ചെയ്യരുത്. ഞാനൊന്നും ചെയ്തിട്ടില്ല.
ഞാനല്ല വേദിക കൊന്നത്. അതൊന്നും കാണിക്കില്ലേ, നമുക്ക് സംസാരിച്ച് തീർക്കാം. അടുത്തേക്ക് വന്നാലും ഞാൻ ചാടി ചത്തുകളെ. അയ്യോ സാറേ, ചാടും. വേണ്ട. ഞാൻ ഉണ്ണികൃഷ്ണന്റെ അച്ഛനാ. എന്റെ മോൻ നിരപരാധിയാ സാറേ. സാറേ അവൻ ഒരു തെറ്റും ചെയ്യില്ല സാറേ. അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയോ? മാറിക്കടൂ. നമസ്കാരം സാർ. ഉണ്ട് സാർ, വാ വരണം സാർ. ഇരിക്കും. പ്രതിയെ എനിക്ക് കാണണം. എനിക്കറിയണം അവൻ എന്തിനാ എന്റെ മോളെ കൊന്നതെന്ന്. സർ പ്ലീസ്. ACP പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. സാറേ, ഉണ്ണികൃഷ്ണൻ എന്റെ മോനാണ് സാർ. അവനൊരു തെറ്റും ചെയ്യില്ല. ഞങ്ങൾക്ക് അവനെ ഒന്ന് കാണാൻ പറ്റുമോ സാർ? തീർത്ത് കളഞ്ഞാനവനെ. എന്റെ മോനൊരു പാവമാണ് സാറേ. അവനൊരു തെറ്റും ചെയ്യൂല. ശിവാനന്ദ സാറേ, ചെറിയ സാറേ, എന്റെ മോൻ ഒരു പാവമാണ്. എനിക്കറിയാം ഉണ്ണി നിരപരാധിയാണെന്ന്. നമുക്ക് നല്ലൊരു വക്കീലിനെ കാണണം. ബാ. എല്ലാരും പിരിഞ്ഞു പോണം. വക്കീലിനെ കണ്ട് ജാമ്യത്തിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തോളാം.